ഈ ഇടയ്ക്ക് ഒരു ഓൺടർപ്രണർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. കൊച്ചിയിൽ വളരെ ഡിഫറൻറ്റും പ്രീമിയം ആയിട്ടുള്ള ഒരു സ്റ്റോർ ഫ്രണ്ട് തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞ 2 വർഷമായിട്ട് പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റീരിയറിന്റെ വർക്ക് കഴിഞ്ഞ് ബിസിനസ് ഓപ്പൺ ചെയ്യാനുള്ള ടൈം ആയപ്പോഴത്തേക്കും അതേ ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് കോമ്പറ്റീറ്റേഴ്സ് പുള്ളിക്ക് പണി കൊടുത്തു. എല്ലാ നിയമവും ശരിയായിട്ട് പാലിച്ചിട്ടും രേഖാമൂലം നിയമപരമായിട്ട് നീങ്ങിയിട്ട് പുള്ളിക്കെതിരെയാണ് അവസാനം വിധി ഉണ്ടായത്. പുള്ളിയുടെ ഈ പറയുന്ന കോമ്പറ്റീറ്റേഴ്സ് വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവരും സിസ്റ്റത്തിൽ നല്ല സ്വാധീനമുള്ളവരുമാണ്. പുള്ളി തകർത്ത ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായിട്ട് ചെയ്തിട്ടും അവസാനം പുള്ളിക്കെതിരെ എന്തുകൊണ്ട് വിധി വന്നു എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി എല്ലാ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടണമെന്നായിരുന്നു പുള്ളിയുടെ താല്പര്യം. കാരണം എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമുക്ക് 3 രീതിയിൽ പ്രതികരിക്കാം. നേരിട്ട് അവരോട് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാം. അത് ഓൾമോസ്റ്റ് ഒരു തോൽവിയിൽ തന്നെ ചെന്ന് അവസാനിക്കും. കാരണം നമ്മളെക്കാട്ടി പവർഫുൾ ആയിട്ടുള്ള, നമ്മളെക്കാട്ടി എക്സ്പീരിയൻസ് ഉള്ള, നമ്മളെക്കാട്ടി ആ ലൊക്കാലിറ്റിയിലുള്ള ഒരാളോട് റൈറ്റ് നൗ ശക്തി കുറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നെയാണ്. സോ ഒരു ഏറ്റുമുട്ടൽ ഡെഫിനറ്റ്ലി ഹെൽപ്ലെസ് ആയിരിക്കും. രണ്ടാമത്തത് പുള്ളി പറഞ്ഞതുപോലെ ഇതെല്ലാം കൂടെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ആക്കാം. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 ദിവസത്തെ കോടും എല്ലാവരും ആഘോഷിക്കും. പക്ഷെ 3ന്റെ അന്ന് അവർക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ മാനക്കേട് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നമുക്കെതിരെ അത് ലീഗൽ ചാർജസ് ആയിട്ട് മാറാനും മതി. ഓൾറെഡി ലീഗലായിട്ടൊക്കെ നീങ്ങിയിട്ട് പുള്ളി മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ പുള്ളിയോട് എല്ലാം നല്ലതിന് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയും നഷ്ടപ്പെട്ടു, സ്വന്തം ബിസിനസ് തകരാറിലായി, കരിയർ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന ഒരാളോട് ഒരിക്കലും പറയാൻ പറ്റിയൊരു ആൻസർ അല്ല അത്. പുള്ളിയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇനി പുള്ളി രക്ഷപ്പെടുന്നോ ഇല്ലേ എന്നുള്ളത് ഒരൊറ്റ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ പോയിന്റിൽ പുള്ളിയുടെ മൈൻഡ് എങ്ങനെ എഞ്ചിനീയർ ചെയ്യുന്നു എന്നുള്ളത്. ഇങ്ങനൊരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ അഡോപ്റ്റ് ചെയ്ത ഒരു ഫിലോസഫി എന്ന് പറഞ്ഞത് ഒരു ഫോഴ്സ്ഡ് റിയലൈൻമെന്റ് എന്നൊക്കെ വിളിക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടും, ഞാൻ എത്ര എഫേർട്ട് ഇട്ടിട്ടും, ഞാൻ എത്ര മാനിഫെസ്റ്റ് ചെയ്തിട്ടും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടിയുള്ളതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ എത്ര എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നതല്ല നമ്മളുടെ ആക്ച്വൽ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. അതായത് നമ്മുടെ ആക്ച്വൽ സ്കെയിൽ ഓഫ് ഡെവലപ്മെന്റ് ഇപ്പം നമ്മൾ നിൽക്കുന്ന അവസ്ഥയെക്കാട്ടി ഒരുപാട് വലുതാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വന്ന പുള്ളിയോട് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം, ഒരു പ്രതിസന്ധി നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമ്മൾ കരുതും നമ്മൾ തകർന്നു പോയെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് ഒട്ടും ചേരാത്ത ഒരു ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ചുറ്റുപാടിലേക്ക് മാറാൻ നമ്മളെ ഫോഴ്സ് ചെയ്യുകയാണ് ആ സന്ദർഭം. നമ്മൾ എത്ര എഫേർട്ട് ഇട്ടിട്ടും അവിടെ സക്സസ് കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അർത്ഥം അവിടെയല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്നാണ്. ഈ ഒരു അനുഭവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലും വലിയൊരു മാർക്കറ്റിലേക്ക്, ഇതിലും വലിയൊരു സ്കെയിലിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള ചിന്തയ്ക്കുള്ള സമയമാണ് നമ്മൾ ഈ തോൽവി എന്നൊക്കെ വിളിക്കുന്ന ഒരവസ്ഥ.